നഗരസഭയിലെ ഏറ്റവും വലിയ ഒറ്റകക്ഷി എന്നുള്ള നിലയിൽ ജനവിധി മാനിക്കാൻ ഇടതുപക്ഷവും UDF തയ്യാറാവണം. ഏറ്റവും വലിയ ഒറ്റകക്ഷി എന്നുള്ള നിലയിലുള്ള മാൻഡേറ്റ് ഭാരതീയ ജനതാ പാർട്ടിക്കാണ് ജനങ്ങൾ നൽകിയിട്ടുള്ളത്. ആ മാൻഡേറ്റ് അംഗീകരിക്കാൻ രണ്ട് മുന്നണികളും തയ്യാറാണ്. ഈ പറയുന്ന മതേതര സഖ്യം, ഇൻവെർട്ടഡ് കോമാസിൽ മതേതരം എന്ന് നമ്മൾ പറയുമ്പോൾ അതിൽ വെൽഫെയർ പാർട്ടി ഉണ്ട്, അതിൽ SDPI ഉണ്ട്, അതിൽ ഇത്തരത്തിലുള്ള പല വിധത്തിലുള്ള തീവ്രവാദ ശക്തികൾ ഉൾപ്പെടെയുള്ള ആൾക്കാരുമായിട്ടാണ് ഈ രണ്ട് പാർട്ടികളും കൂട്ടുകൂടാൻ പോകുന്നത് എന്ന് പറയുമ്പോൾ അതിന് ഏറ്റവും യോജിച്ച പേര് മാങ്കൂട്ട സഖ്യം, അതായത് ഒരു ക്രിമിനൽ സംഘമാണ് എന്നുള്ളതിൽ ഒരു തർക്കവും ആർക്കും വേണ്ട. ഇന്ത്യ മുന്നണി കേരളത്തിന്റെ പുറത്താകാമെങ്കിലേ പാലക്കാട്ടെ കാര്യത്തിലും അതൊക്കെ ചെയ്യാവുന്ന കാര്യമായിട്ടു. ഒരു മതേതര ജനാധിപത്യ മുന്നണി വേണം എന്നൊക്കെ ചിന്തിക്കുന്ന കോൺഗ്രസ് പാർട്ടിയും അതല്ലെങ്കിൽ CPM പാർട്ടിക്കും അത് ചിന്തിച്ച് ചെയ്യാവുന്ന കാര്യമുള്ളൂ. ഇനി അതല്ല, കോൺഗ്രസ് കേട്ടെടുത്തോളം അതിനൊക്കെയാണ്, അതല്ലെങ്കിൽ അതിന് സപ്പോർട്ട് ചെയ്യാം, അത്തരത്തിൽ BJP എന്ന ആ ഒരു വർഗീയ പാർട്ടിനെ അവിടെ കയറ്റേണ്ട കാര്യമില്ല എന്ന് കോൺഗ്രസിന് തോന്നലുണ്ട്. പക്ഷെ ഇപ്പോഴും ആ ഒരു തോന്നലിലോട്ട് മനസ്സ് വെക്കാത്തത് CPM എന്നാണ് ഇന്നത്തെ പല വാർത്തകളിലും നമ്മൾ കണ്ടത്. രണ്ട് കാര്യമുണ്ട് ഇതിൽ. പൊതുവേ നമ്മൾ ഈ CJP എന്ന് എപ്പോഴും പറയാറുണ്ട് അല്ലേ, അത് മാറ്റി നിർത്തിയിട്ട് ഡയറക്റ്റ് അങ്ങോട്ട് CPMന് BJPന്റെ കൂടെ കൂടി പാലക്കാട് കയറാൻ പറ്റും എന്നുള്ള ഓപ്ഷനും ഉണ്ട്. ഇനി അതല്ല, കോൺഗ്രസിന് സപ്പോർട്ട് ചെയ്യാണ്ട് ഞങ്ങൾ നിൽക്കുന്നില്ല എന്നും പറഞ്ഞിട്ട് മാറി നിന്നാലും BJPക്ക് കയറാൻ പറ്റും. അപ്പം ഇതിൽ ചിന്തിക്കുമ്പോൾ CJP ചിന്തിക്കുന്ന സമയത്ത് ഇതിൽ ഏതാണോ ഈ പറഞ്ഞ CPM പാർട്ടി തിരഞ്ഞെടുക്കുക എന്നുള്ളത് നോക്കണം. രണ്ടായാലും BJPക്ക് അവിടെ കയറാനുള്ള ഓപ്ഷൻ ഉണ്ടാക്കും. അതല്ല, ജനാധിപത്യവും മതേതരത്വം സോഷ്യലിസവും ഒക്കെ നിങ്ങൾക്ക് ഉള്ളിലുണ്ട്, മനസ്സിലുണ്ടെങ്കിൽ നിങ്ങൾ കോൺഗ്രസുമായിട്ട് കൂടി ചേർന്ന് ഈ സഖ്യല്ലെങ്കിലും അവിടുത്തെ സ്വതന്ത്രനെ ചെയർമാനാക്കി നിങ്ങൾ അയാളെ സപ്പോർട്ട് ചെയ്താലും അവിടെ ഒരു എന്താ പറയുക മതേതര പാർട്ടി അല്ലെങ്കിൽ ജനാധിപത്യ മതേതരത്വമൊക്കെ വരും എന്ന് നമുക്ക് വേണമെങ്കിൽ ആശ്വസിക്കാം. കാരണം നമ്മുടെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പേരും പറഞ്ഞ് BJP വിചാരിച്ച് മൂന്നാമതും അവിടെ അടിച്ചു കയറി കേവല ഭൂരിപക്ഷം വരെ എടുക്കും എന്നായിരുന്നു നമ്മുടെ BJPയുടെ ഒരു വിചാരം. പക്ഷേ അതല്ല, രാഹുൽ മാങ്കൂട്ടത്തിൽ എഫക്റ്റ് അല്ല, നിങ്ങൾ കാണിച്ച്, അതായത് BJP കാണിച്ച ചെറ്റത്തരും ദണ്ഡിത്തരും ഈ ലോകത്ത് അല്ലെങ്കിൽ ഇന്ത്യയിൽ പല ഭാഗത്തുനിന്നും കേരളത്തിൽ വളരെ വ്യക്തമായിട്ട് ഇത് കാണുന്നു എന്നുള്ളതിൻ്റെ ഭാഗമായിട്ട് തന്നെ ഒരു രാഹുൽ മാങ്കൂട്ടത്തിലും എഫക്റ്റ് ഇല്ലാണ്ട് തന്നെ അവിടെ നിങ്ങളെ കഴിഞ്ഞ പ്രാവശ്യത്തിനേക്കാൾ 4 സീറ്റ് കുറഞ്ഞ് കേവല ഭൂരിപക്ഷം പോയി നിൽക്കുന്നൊരവസ്ഥയിലാണ് അല്ലേ. എന്നാലും ശ്രീകുമാരൻ അത് സമ്മതിച്ചു തരുമല്ലോ കേട്ടോ. ശ്രീകുമാരൻ പറഞ്ഞ ഒറ്റക്കക്ഷിയാണ്, ഞങ്ങളെ തന്നെ എന്താ പറയുക, നിങ്ങൾക്ക് നാളുണ്ടെങ്കിൽ ഞങ്ങളെ തന്നെ വീണ്ടും അധികാരത്തിൽ കൊണ്ടുവരണം എന്നൊക്കെയാണ് നമ്മുടെ ശ്രീകുമാരൻ പറഞ്ഞത്. കുമാരൻ പറഞ്ഞത് കേട്ടോ നിങ്ങൾ. നഗരസഭയിലെ ഏറ്റവും വലിയ ഒറ്റകക്ഷി എന്നുള്ള നിലയിൽ ജനവിധി മാനിക്കാൻ ഇടതുപക്ഷവും UDF തയ്യാറാവണം. ഏറ്റവും വലിയ ഒറ്റകക്ഷി എന്നുള്ള നിലയിലുള്ള മാൻഡേറ്റ് ഭാരതീയ ജനതാ പാർട്ടിക്കാണ് ജനങ്ങൾ നൽകിയിട്ടുള്ളത്. ആ മാൻഡേറ്റ് അംഗീകരിക്കാൻ രണ്ട് മുന്നണികളും തയ്യാറാവണം. ഞങ്ങളിവിടെ നേരിട്ടത് ഇന്ത്യ സഖ്യത്തെയാണ്. ഇന്ത്യ സഖ്യത്തോടാണ് ഞങ്ങൾ പാലക്കാട് നഗരസഭയിൽ മത്സരിച്ചത്. രണ്ട് മുന്നണികളും പരസ്പര ധാരണയോടുകൂടിയിട്ടാണ് ഭാരതീയ ജനതാ പാർട്ടിയെ പരാജയപ്പെടുത്തുക എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ പരസ്പരം വോട്ട് കച്ചവടം നടത്തി, വോട്ട് കൈമാറ്റം നടത്തി ഞങ്ങളെ പരാജയപ്പെടുത്താൻ എല്ലാ സീറ്റുകളിലും ശ്രമിച്ചിട്ടുണ്ട്. അതിനെ അതിജീവിച്ചിട്ടാണ് ഞങ്ങൾ ഇവിടെ വിജയിച്ചത്. വർഗീയ ശക്തികളുമായിട്ട് കൂട്ടുപിടിച്ചിട്ടുണ്ട്. SDPI പോലെയുള്ള ജമാഅത്തെ ഇസ്ലാമി പോലെയുള്ള മത തീവ്രവാദ സംഘടനകളുടെ പിന്തുണ രണ്ട് മുന്നണികളും സ്വീകരിച്ചിട്ടുണ്ട്. രണ്ട് മുന്നണികളെയും രണ്ട് മത തീവ്രവാദ പ്രസ്ഥാനങ്ങളും കൈ അയച്ച് സഹായിച്ചിട്ടുണ്ട് പാലക്കാട് നഗരത്തിൽ. അല്ല, ഏറ്റവും വലിയ ഒറ്റകക്ഷി എന്നുള്ള നിലയിൽ ഞങ്ങൾക്ക് ഒറ്റയ്ക്ക് ഭരിക്കാനുള്ള ഭൂരിപക്ഷമുണ്ട്. സ്വതന്ത്രമാരെ സംബന്ധിച്ചോളം പാലക്കാട് നഗരത്തിന്റെ വികസനമാണ് അവർ ലക്ഷ്യമിടുന്നതെങ്കിൽ പാലക്കാട് നഗരത്തിൽ തുടർന്നു വരുന്ന വികസന പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള ഭരണം വരണമെന്ന് അവർക്ക് ബോധ്യമുണ്ട്. ഞങ്ങൾ പറഞ്ഞല്ലോ, മാൻഡേറ്റ് BJPക്കാണ്. 25 സീറ്റ് ഞങ്ങൾക്ക് പാലക്കാടിലെ ജനങ്ങൾ ഏറ്റവും വലിയ ഒറ്റകക്ഷി എന്നുള്ള നിലയിൽ ഞങ്ങളെ ജയിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ആ മാൻഡേറ്റ് അംഗീകരിക്കാൻ രണ്ട് മുന്നണികളും തയ്യാറാണ്. പക്ഷെ ഒരു പ്രശ്നമുണ്ടല്ലോ കുമാരൻ, അവിടെ നമ്മൾ കേന്ദ്രത്തിലോട്ട് നോക്കുമ്പോഴേ വലിയ ഒറ്റക്കക്ഷിയാണെങ്കിലും രണ്ട് മുട്ടുകാലുകൊണ്ടാണ് അല്ലെങ്കിൽ രണ്ട് കുത്തുകാലുകൊണ്ടാണ് JDയും അതുപോലെ തന്നെ നമ്മുടെ നിതീഷിൻ്റെയും കുത്തുകാലുകൊണ്ടാണ് രാജ്യം ഭരിക്കുന്നത് എന്നുള്ള ഓർമ്മയില്ലേ അല്ലേ. തിരിച്ച് ഈ രണ്ട് കുത്തുകാലുകൾ ഇപ്പുറത്തോട്ടെ ഇന്ത്യ മുന്നണിക്ക് കുത്തു കൊടുത്തിരുന്നെങ്കിൽ ഇപ്പം എന്താവുമായിരുന്ന അവസ്ഥ. അതുകൊണ്ട് വലിയ ഇതൊന്നും പറയല്ല കേട്ടോ, വലിയ മര്യാദയും അതുപോലെ തന്നെ ന്യായമൊന്നും പറഞ്ഞു വരരുത് കേട്ടോ കുമാരൻ്റെ കുടുംബത്തിലെ പീഡന കഥകളും കുമാരൻ്റെ കൂടെ ബാക്കിൽ ഒരു മൈന്ത് നിൽക്കുന്നുണ്ട്, അവൻ്റെ കുണ്ടൻ കഥകളൊക്കെ നാട്ടുകാർക്ക് മൊത്തം ഇവിടെ പാട്ടാണ്. അതുകൊണ്ട് വലിയ മഹാത്മ്യൊന്നും പറഞ്ഞുകൊണ്ട് വരല്ലേ, അത് വലിയ അബദ്ധമായി പോകും. ഇനി അതല്ല, അവിടെയുള്ള മറ്റൊരു നേതാവ് പറഞ്ഞത് കേട്ടു, ഏതാ നേതാവിൻ്റെ പേരൊന്നും അറിയില്ല, ഏതായാലും ആ നേതാവ് പറഞ്ഞതിലുള്ള പെശകും കൂടെ നമുക്ക് പറയാം. മതേതര സഖ്യം എന്നതിനെക്കാട്ടും അത് യോജിച്ച പേര് അത് മാങ്കൂട്ട സഖ്യം എന്ന് വിളിക്കുന്നതായിരിക്കും ഏറ്റവും ഉചിതം. ഇപ്പം നമുക്ക് കേരളത്തിലെ ജനങ്ങൾക്ക് വളരെ കൃത്യമായിട്ട് മനസ്സിലായി രാഹുൽ മാങ്കൂട്ടത്തിനെ എന്തുകൊണ്ട് ഇടതുപക്ഷം അറസ്റ്റ് ചെയ്തില്ല എന്ന്. ഈ പറയുന്ന മതേതര സഖ്യം, ഇൻവെർട്ടഡ് കോമാസിൽ മതേതരം എന്ന് നമ്മൾ പറയുമ്പോൾ അതിൽ വെൽഫെയർ പാർട്ടി ഉണ്ട്, അതിൽ SDPI ഉണ്ട്, അതിൽ ഇത്തരത്തിലുള്ള പല വിധത്തിലുള്ള തീവ്രവാദ ശക്തികൾ ഉൾപ്പെടെയുള്ള
ആൾക്കാരുമായിട്ടാണ് ഈ രണ്ട് പാർട്ടികളും കൂട്ടുകൂടാൻ പോകുന്നത് എന്ന് പറയുമ്പോൾ അതിന് ഏറ്റവും യോജിച്ച പേര് മാങ്കൂട്ട സഖ്യം, അതായത് ഒരു ക്രിമിനൽ സംഘമാണ് എന്നുള്ളതിൽ ഒരു തർക്കവും ആർക്കും വേണ്ട. ഇപ്പറഞ്ഞൊരു ചെറിയ പ്രശ്നമുണ്ട് നേതാവേ. കാരണം ഇപ്പറഞ്ഞ മുസ്ലിം തീവ്രവാദികളായിട്ടുള്ള ജമാഅത്തെ ഇസ്ലാമിയും SDPഐയും അതും ഇതും പോപ്പുലർ ഫ്രണ്ടും എല്ലാവരും കൂടെ ഇപ്പറഞ്ഞ ഈ പാർട്ടിക്ക് അല്ലെങ്കിൽ കോൺഗ്രസിനും CPMനും സപ്പോർട്ട് ചെയ്യുന്ന സമയത്തെ രാജ്യത്തെ അതിനേക്കാൾ വലിയ ഭീകര പാർട്ടികളായിട്ടുള്ള RSS, സംഘപരിവാർ, ബജ്രംഗദകൾ, രാമസേന, ശിവസേന, മറ്റ് സകലമാന സേനകളും വിശ്വ ഹിന്ദു പരിഷത്തടക്കമുള്ള സകല ഹിന്ദു തീവ്രവാദ രാഷ്ട്രീയ പാർട്ടികളായിട്ടുള്ള അല്ലെങ്കിൽ സംഘടനകളായിട്ടുള്ള സകല ഇന്ത്യൻ തീവ്രവാദികളും നിങ്ങളുടെ കൂടെയല്ലേ നിൽക്കുന്നത്. അതിനേക്കാൾ വലിയ തീവ്രവാദമൊന്നും ഇപ്പുറത്ത് ജമാഅത്തും അല്ലെങ്കിൽ PFI ഒന്നും ഉണ്ടാക്കിയിട്ടില്ല എന്ന്. ആളെ കൊന്ന കണക്ക് നോക്കുകയാണെങ്കിൽ ഇന്ത്യ ഈ ബജ്രംഗദളും ശിവസേനയും രാമസേനയും RSS ആണ് രാജ്യത്ത് നടന്നു കൊല്ലുന്നത് BJP സപ്പോർട്ടോടുകൂടി. അത് ബീഫിന്റെ പേരിലാണെങ്കിലും ജയശ്രീരാം വിളിച്ചിട്ടില്ലെങ്കിൽ ആളെ കൊല്ലുന്ന അവസ്ഥ, അല്ലാഹു അക്ബർ എന്ന് വിളിച്ചാൽ അവൻ്റെ തല വെട്ടുന്ന അവസ്ഥ, ക്രിസ്ത്യാനിറ്റി അല്ലെങ്കിൽ ക്രിസ്ത്യൻ ആയിക്കഴിഞ്ഞാൽ അങ്ങ് കൊന്നു കളയുന്ന അവസ്ഥ, ദളിതനാണെങ്കിൽ കൊന്നു കളയുന്ന അവസ്ഥ. ഈ അവസ്ഥ ഈ കണക്കെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആളെ കൊന്നിട്ടുള്ള പാർട്ടി നിങ്ങളുടെ, അല്ലെങ്കിൽ നീയൊക്കെ പറഞ്ഞ നിന്റെ ഈ പാർട്ടിയുടെ ഹിന്ദു പാർട്ടിയുടെ അല്ലെങ്കിൽ ഹിന്ദു സപ്പോർട്ടേഴ്സ് ചെയ്യുന്ന, ഞാൻ പറഞ്ഞത് നല്ല ഹിന്ദുക്കളുടെ കാര്യമല്ല കേട്ടോ, പറഞ്ഞ തീവ്രവാദ ഹിന്ദു പാർട്ടികൾ തന്നെയാണ്. അപ്പം നിങ്ങൾ BJP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാജ്യത്തെ ഏറ്റവും വലിയ തീവ്രവാദ പാർട്ടിയാണ്. അതിനുശേഷം ഈ പറഞ്ഞ ജമാഅത്തെ ഇസ്ലാമിക്ക് നമ്മുടെ ഇന്ത്യയിൽ വരുന്നുള്ളൂ. നീ ബംഗ്ലാദേശോട്ട് നോക്കും, അങ്ങോട്ട് നോക്കും, അവിടെ നോക്കണ്ട, നമ്മളിപ്പോൾ ഇന്ത്യയിൽ നോക്കിയാൽ പോരെ. അപ്പം അവിടെയും വലിയൊരു പ്രശ്നമുണ്ട്. അപ്പം ഈ പറഞ്ഞ BJP എന്ന് പറഞ്ഞ BJPനെ സപ്പോർട്ട് കുത്തുംകാല് കൊടുത്തിരിക്കുന്ന ഈ പറഞ്ഞ സകല വാനര സേന, അതായത് വാനര തീവ്രവാദ രാഷ്ട്രീയ പാർട്ടികളെ സപ്പോർട്ട് ചെയ്യണോ? അതിനേക്കാൾ നല്ലത് മതേതരത്വം പറയുന്ന നമ്മുടെ കോൺഗ്രസിനെയും അതല്ലെങ്കിൽ CPMന് സപ്പോർട്ട് ചെയ്യുന്നതല്ലേ എന്ന് എനിക്ക് തോന്നിയ കാര്യമാണ്. എല്ലാവർക്കും തോന്നുന്നു അറിയില്ല. ഏതാണെങ്കിലും അങ്ങനെ ഒരു കാര്യം കൂടെ ഉണ്ട്. ഇനി ഇതൊക്കെ കഴിഞ്ഞ് നമ്മളെ ശ്രീകണ്ഠൻ പറഞ്ഞ പോലെ പാലക്കാട്ടെ BJPയുടെ വർഗീയ അജണ്ടയ്ക്ക് എതിരായിട്ടുള്ള ശക്തമായ വിധിയെഴുത്താണ്. ആകെ 53 വാർഡിലും കൂടി BJP കിട്ടിയത് 26,500 വോട്ടാണ്. 46,000-ലധികം വോട്ട് BJP വിരുദ്ധ വോട്ടുകളായിരുന്നു ഈ തെരഞ്ഞെടുപ്പിൽ. അതാണ് 26,000 ചില്ലാനം വോട്ട് മാത്രം കിട്ടിയ BJP വേണോ? അതല്ലെങ്കിൽ BJP ഇതര പാർട്ടികൾക്ക് കിട്ടി 46,000 വോട്ടോളം കിട്ടിയിട്ടില്ല, 25,000 വോട്ടിൻ്റെ അടുത്ത് കൂടുതൽ കിട്ടിയിട്ടില്ല മറ്റേ പാർട്ടികൾ ഭരിക്കണോ, സ്വതന്ത്രനെ നിർത്തി എന്നുള്ളത് തീർച്ചയായിട്ടും ചിന്തിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. ഏതാണെങ്കിലും നമ്മുടെ പ്രശാന്ത് ശിവൻ കഴിഞ്ഞ ദിവസം ഇന്നലെ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. പ്രശാന്ത് ശിവൻ 3.0 പാലക്കാട് ലോഡിങ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ഈ സംഘപറി ഇച്ചിരി വാണങ്ങൾ കുറേ വീഡിയോ ഇട്ടിട്ടുണ്ട്. വലിയ ഇതൊക്കെ കൊടുത്ത് മറ്റേ റെഡ് ഐ അല്ല റൈസർ ഐ ഒക്കെ കൊടുത്തിട്ട് അതേതായാലും മുഞ്ചിപ്പോയി. ഈ പറഞ്ഞ രാഹുൽ എഫക്റ്റും ഒന്നും കിട്ടിയില്ല. നിന്റെ കുണ്ടൻ എഫക്റ്റും നിന്റെ മച്ചമ്പിയുടെ പെങ്ങളെ പിടിച്ച എഫക്റ്റും ഒക്കെ പാലക്കാട് നല്ല രീതിയിൽ വന്നതുകൊണ്ട് കേവല ഭൂരിപക്ഷം പോലും കിട്ടാണ്ട് സീറ്റിൻ്റെ എണ്ണം കുറഞ്ഞ് പന്തളം കയ്യിൽ നിന്ന് ഒക്കെ പോയിട്ടുണ്ട്. അപ്പം അതൊക്കെ അവിടെ നിൽക്കട്ടെ. നമ്മൾ ഈ വോട്ട് കൂടി അല്ലെങ്കിൽ ഇതാ ഞങ്ങൾ ഇത്രയും 19 പഞ്ചായത്തുകൾ ഞങ്ങൾ 23 പഞ്ചായത്തായെന്നൊക്കെ പറയുമ്പം ഈ ഒരു വോട്ടിൻ്റെ പെർസെൻറ്റേജ് നോക്കുമ്പോൾ 0.8% മാത്രമേ കൂടിയിട്ടുള്ളൂ. പക്ഷെ നമ്മുടെ ഗോധി മീഡിയകൾ നമ്മുടെ കേരളം അങ്ങ് വിട്ട് അല്ലെങ്കിൽ സൗത്ത് ഇന്ത്യ അങ്ങ് വിട്ട് സ്ഥലങ്ങളിൽ പറഞ്ഞു വരുത്തുന്നറിയോ? എന്താണ് ഇന്ത്യ ടുഡേയും ആജ്തക്കൊക്കെ എമ്മാതിരി ന്യൂസാണ് കൊടുക്കുന്നതറിയോ? BJP ഇതാ ഉദിച്ചുയർന്നു കേരളത്തിൻ്റെ തലസ്ഥാനം BJP പിടിച്ചെടുത്തു, കേരളം ഇനി BJP ഭരിക്കും, മോദിയുടെ തന്ത്രങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര തള്ള. ഇത് കേൾക്കുന്ന പാവപ്പെട്ട ഈ പറഞ്ഞ സംഘിവാണങ്ങളുണ്ടല്ലോ നമ്മുടെ ഉത്തരേന്ത്യയിലുള്ള ഈ വാണങ്ങൾ എല്ലാവരും കൂടെ വിചാരിക്കും കേരളം BJP പിടിച്ചെടുത്തുന്നു. കേരളത്തിലാകെ 0.8% ഡിഫറൻസേ പഞ്ചായത്ത് ലെവലിൽ വന്നിട്ടുള്ളൂ. ഇനി 20%-ന്ന് 23%-ഓളം വോട്ട് ഷെയർ കൂടിയിട്ടേ ഉള്ളൂ. പക്ഷേ പല സ്ഥലത്തും വോട്ട് ഷെയർ കുറഞ്ഞ കണക്കും. അതുപോലെ തന്നെ ഈ പറഞ്ഞ കോൺഗ്രസിൻ്റെ ഉള്ളിലുള്ള ചില തമ്മിലടികളും അതല്ലെങ്കിൽ ഇന്ത്യ മുന്നണി ഒരുമിച്ച് നിൽക്കാത്തതിൻ്റെ പ്രശ്നങ്ങളും കൊണ്ട് മാത്രം കുറച്ച് വോട്ട് കൂടി എന്നല്ലാണ്ട് പ്രത്യേകിച്ച് ഒരു കൂടലൊന്നുമില്ല. കഴിഞ്ഞ പ്രാവശ്യം തിരുവനന്തപുരത്ത് 33-35ഓളം സീറ്റ് നേടിയത് 50 സീറ്റ് 15 സീറ്റ് കൂടി എന്നുള്ളതിൻ്റെ ഭാഗം ഒഴിച്ചു കഴിഞ്ഞാൽ 10 സീറ്റുള്ള UDFും അവിടെ കയറി 20 സീറ്റിൻ്റെ മേലോട്ട് കയറി വന്നു. പിന്നെ ഇവിടുത്തെ കുറച്ച് വർഗീയ കോമരങ്ങൾ ഉണ്ടായിരുന്നു നമ്മുടെ കോമ്രേഡ് പാർട്ടിയിൽ, അതായത് മാർക്സിസ്റ്റ് പാർട്ടിയിലുള്ള ആ പാർട്ടിയിലുള്ള വർഗീയ കോമരങ്ങൾ തിരിച്ച് BJPക്ക് കുത്തി. അതല്ലാണ്ട് കോൺഗ്രസിൻ്റെ വോട്ട് എവിടെയും പോയിട്ടില്ല എന്നുള്ളത് പച്ചയ്ക്ക് നമ്മുടെ മുമ്പിലുള്ള കാര്യമാണ്. അപ്പം പാലക്കാടത്തെ കാര്യം അറ്റ്ലീസ്റ്റ് നിങ്ങൾ ഇന്ത്യ മുന്നണി തീരുമാനിക്കുക. അതല്ലെങ്കിൽ സ്വതന്ത്രനെ നിർത്തി നിങ്ങൾ സഖ്യമില്ലാണ്ടെങ്കിൽ അയാളെ സപ്പോർട്ട് ചെയ്തിട്ട് നിങ്ങൾ മുന്നോട്ട് പോകും. അതോടുകൂടി ഈ പറഞ്ഞ സകല BJP കുണ്ടന്മാരുടെ നെഗളിപ്പ്, കുത്തിത്തിരിപ്പ്, കുത്തിക്കഴപ്പ് അങ്ങോട്ട് തീർന്നിട്ടും പാലക്കാട്ടെ.